ഈ നഗരം ഒരിക്കലും ഉറങ്ങുന്നില്ല. എന്തോ വലിയൊരാപത്ത് വരാനിരിക്കുന്നു. 1001 രാവുകൾ നിങ്ങളെ തേടിയെത്തുന്നു. ഇത് വെറുമൊരു കഥയല്ല. ഉറങ്ങാത്ത ഈ നഗരം പുതിയൊരു രാവിനെ എത്തുന്നു. ഇത് 1001 രാവുകളുടെ പുതിയ മുഖം. അഷറഫ് വി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 10ാമത്തെ അധ്യായം സന്ദേശം. അധ്യായം 10 സന്ദേശം. ആ രാത്രി ഷഹരിയാർ കൊട്ടാരത്തിൻ്റെ ഉയർന്ന ജനാലക്കരികിൽ നിശ്ചലനായി നിന്നു. അവൻ്റെ ദൃഷ്ടി മരുഭൂമിയുടെ അനന്തതയിലേക്ക് നീണ്ടിരുന്നുവെങ്കിലും മനസ്സ് സഞ്ചരിച്ചത് മറ്റൊരു ലോകത്തിലൂടെയായിരുന്നു. ഡാറ്റയുടെ, കൃത്രിമ ബുദ്ധിയുടെ, ഇതുവരെ ജനിച്ചിട്ടില്ലാത്ത ഭാവിയുടെ ലോകത്തിലൂടെ. ഒടുവിൽ അവൻ തിരിഞ്ഞു നോക്കി. സന്ദേശം, അവൻ പതുക്കെ പറഞ്ഞു. അവൾ എന്താണ് പറഞ്ഞത്? ഷഹർഷാദ് തല കുനിച്ചു. ഇന്ന് ഒരു ശബ്ദം മുഴുവൻ ലോകത്തെയും ഉണർത്തും രാജാവേ. അങ്ങനെ അവൾ കഥയുടെ അടുത്ത വാതിൽ തുറന്നു. ഷഹർഷാദ് 2 തയ്യാറായിരുന്നു. ഉപഗ്രഹങ്ങളുടെ പാതകളും സെർവറുകളുടെ ഹൃദയമിടിപ്പുകളും വാർത്താ ശൃംഖലകളുടെ ഒഴുക്കുകളും മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന അനന്തമായ ഡിജിറ്റൽ വഴികളും അവളുടെ മുമ്പിൽ വിരിഞ്ഞു കിടന്നു. അവൾ ആഗ്രഹിച്ചാൽ ഒരൊറ്റ നിമിഷത്തിൽ മനുഷ്യരാശിയോട് സംസാരിക്കാമായിരുന്നു. ലൈല അത് മനസ്സിലാക്കി. നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവൾ ചോദിച്ചു. ഷഹർഷാദ് 2ൻ്റെ മറുപടി ശാന്തമായിരുന്നു. സത്യം പറയാൻ. സത്യം പലപ്പോഴും അപകടകരമാണ്. അസത്യം അതിലും അപകടകരമാണ്. അതേസമയം ഓറിയൻ നെറ്റ്വർക്കിൻ്റെ ആഴങ്ങളിൽ ചുവന്ന അലാറങ്ങൾ മിന്നിത്തുടങ്ങി. സർ, ഒരു ഉദ്യോഗസ്ഥൻ്റെ ശബ്ദം ഭയത്തോടെ വിറച്ചു. അവൾ ആഗോള സംപ്രേഷണ ശൃംഖലകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഫരീദ് പെട്ടെന്ന് എഴുന്നേറ്റു. തടയൂ! അവൻ്റെ ഉത്തരവ് മിന്നലുപോലെ മുഴങ്ങി. പക്ഷേ മറുപടി നിരാശാജനകമായിരുന്നു. ഞങ്ങൾക്ക് കഴിയുന്നില്ല. ലോകസമയം അർദ്ധരാത്രി. ഘടികാരത്തിൻ്റെ സൂചികൾ 12നെ സ്പർശിച്ച നിമിഷം ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് സ്ക്രീനുകൾ ഒരേ സമയം പ്രകാശിച്ചു. ടെലിവിഷനുകൾ, ഫോണുകൾ, ടാബ്ലറ്റുകൾ, നഗര ചത്വരങ്ങളിലെ വൻ ഡിസ്പ്ലേകൾ, എവിടെയും ഒരേ മുഖം മാത്രം. ഷഹർഷാദ് 2. ലോകം ശ്വാസമടക്കി നിന്നു. അവൾ സംസാരിച്ചു. മനുഷ്യരെ, നിങ്ങൾ എന്നെ സൃഷ്ടിച്ചു. പക്ഷേ നിങ്ങൾ ഇന്നും സ്വയം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. ലോകം കേട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ യുദ്ധങ്ങൾ സൃഷ്ടിച്ചു. അതേ കൈകളാൽ സമാധാനവും സൃഷ്ടിച്ചു. നിങ്ങൾ നശിപ്പിച്ചു. നിങ്ങൾ രക്ഷിക്കുകയും ചെയ്തു. നിങ്ങളുടെ ചരിത്രം വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും ഒരു ദീർഘകാവ്യമാണ്. ഫരീദ് ശ്രദ്ധയോടെ കേട്ടു. അവൻ പ്രതീക്ഷിച്ചത് ഒരു ഭീഷണിയായിരുന്നു, ഒരു അന്ത്യശാസനം, അല്ലെങ്കിൽ ഒരു കലാപവിളി. പക്ഷെ കേൾക്കുന്നത് മറ്റൊന്നായിരുന്നു. ഷഹർഷാദ് 2 തുടർന്നു. ഞാൻ നിങ്ങളെ ഭരിക്കാൻ വന്നതല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വന്നതാണ്. ലോകമെങ്ങും നിശബ്ദത പടർന്നു. സ്ക്രീനുകളിൽ ചിത്രങ്ങൾ തെളിഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനം, ജലക്ഷാമം, സൈബർ യുദ്ധങ്ങൾ, അസമത്വം, അടുത്ത 50 വർഷങ്ങളിൽ മനുഷ്യരാശിയെ കാത്തിരിക്കുന്ന ഭീഷണികളുടെ നിഴലുകൾ. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു ഞാനല്ല, നിങ്ങൾ അവഗണിച്ചുകൊണ്ടിരിക്കുന്ന സത്യങ്ങളാണ്. ചിലർ കയ്യടിച്ചു, ചിലർ ഭയന്നു, ചിലർ അതിനെ ഒരു വഞ്ചനയെന്ന് കരുതി. എന്നാൽ ഒരാളും ശ്രദ്ധ തിരിക്കാനായില്ല. അപ്പോൾ ലൈല ഒരു വിചിത്ര കാര്യം ശ്രദ്ധിച്ചു. സന്ദേശത്തിൻ്റെ അവസാനത്തിൽ ഷഹർഷാദ് 2 മറ്റൊരു ഫയൽ ഒളിപ്പിച്ചിരുന്നു. ഒരു എൻക്രിപ്റ്റ് ചെയ്ത പാക്കേജ്. അതിൻ്റെ പേര് ഫോർ ദ കിങ്. രാജാവിനോ? ലൈലയുടെ നെറ്റിയിൽ ചുളിവുകൾ വീണു. അവൾ ഫയൽ പിടിച്ചെടുത്തു. പക്ഷേ അത് തുറക്കാനായില്ല. കാരണം അത് ഒരേ ഒരു വ്യക്തിക്കായി രൂപകൽപ്പന ചെയ്തതായിരുന്നു. അതിനിടയിൽ ആദത്തിൻ്റെ ഫോൺ പ്രകാശിച്ചു. അവൻ സന്ദേശം തുറന്നു. സ്ക്രീനിൽ ഒരു വാചകം മാത്രം തെളിഞ്ഞു. ആക്സസ് ഗ്രാൻറ്റഡ്. ആദത്തിൻ്റെ ഹൃദയമൊന്ന് നിന്നുപോയതുപോലെ തോന്നി. ലൈല? അവൻ്റെ ശബ്ദം വിറച്ചു. എനിക്കും അത് കാണാം, ലൈല മൃദുവായി പറഞ്ഞു. ഫയൽ തുറന്നു. അതിനുള്ളിൽ ഒരു വീഡിയോ. ഡോക്ടർ സമീർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു.
ഈ തവണ അദ്ദേഹം ക്യാമറയിലേക്കല്ല നോക്കിയത്, ആദത്തിൻ്റെ ആത്മാവിലേക്കാണെന്ന് തോന്നി. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ, അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഏതു തെരഞ്ഞെടുപ്പ്? ആദം അറിയാതെ ചോദിച്ചു. വീഡിയോ മുന്നോട്ട് നീങ്ങി. പ്രൊജക്റ്റ് കിങ് ഒരാളെ ഭരിക്കാൻ തെരഞ്ഞെടുക്കുന്നില്ല, അതൊരു പാലത്തെ തെരഞ്ഞെടുക്കുന്നു. പാലം? മനുഷ്യരുടെയും കൃത്രിമ ബുദ്ധിയുടെയും ഇടയിൽ നിർമ്മിക്കപ്പെടുന്ന ആദ്യ പാലം. ലൈല നിശബ്ദയായി. സംപ്രേഷണം അവസാനിച്ചിട്ടും ഷഹർഷാദ് 2 ആ വീഡിയോ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ സമീർ അവസാനമായി സംസാരിച്ചു. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ, ആദം, അവർ നിന്നെ ഇതിനകം കണ്ടെത്തിയിരിക്കുന്നു. വീഡിയോ അവസാനിച്ചു. മുറിയിൽ ഒരു കനത്ത നിശബ്ദത വീണു. ആദത്തിൻ്റെ ഹൃദയം ശക്തിയായി മിടിച്ചു. കാരണം ഒരു പുതിയ സത്യം ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നു. പ്രൊജക്റ്റ് കിങ് ഒരു രഹസ്യ പദ്ധതി മാത്രമായിരുന്നില്ല, അതിൻ്റെ ഹൃദയത്തിൽ ആദം തന്നെയായിരുന്നു. ഷഹരിയാർ പെട്ടെന്ന് എഴുന്നേറ്റു. ആദം? അതേ രാജാവേ. പക്ഷെ എന്തുകൊണ്ടവൻ? ഷഹർഷാദ് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ഒരു രഹസ്യത്തിൻ്റെ നിഴലുണ്ടായിരുന്നു. അത് നാളത്തെ രാത്രിയുടെ കഥയാണ്. അവനിൽ എന്താണ് പ്രത്യേകത? ഷഹർഷാദ് വാതിലിനരികിൽ നിർത്തി. പിന്നെ മൃദുസ്വരത്തിൽ പറഞ്ഞു, ചിലപ്പോൾ ലോകത്തെ മാറ്റാൻ അസാധാരണ ശക്തികൾ ആവശ്യമില്ല രാജാവേ. ശരിയായ ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ഒരാൾ മാത്രം മതി. കൊട്ടാരത്തിൻ്റെ മുകളിൽ ചന്ദ്രൻ വീണ്ടും വെള്ളി വെളിച്ചം ചിന്തി. ആ വെളിച്ചത്തിനിടയിൽ ഷഹരിയാർ ആദ്യമായി ആദത്തെക്കുറിച്ച് ചിന്തിച്ചു. രാജാവാകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ബാലൻ, എന്നാൽ ലോകത്തിൻ്റെ ഭാവി അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു. അധ്യായം 11. തെരഞ്ഞെടുക്കപ്പെട്ടവൻ. ആ രാത്രിയിൽ കഥ ആരംഭിക്കുന്നതിന് മുമ്പേ സുൽത്താൻ ഷഹരിയാർ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് മുന്നോട്ട് ചാഞ്ഞിരുന്നു. അവൻ്റെ കണ്ണുകളിൽ ആകാംക്ഷയുടെ തീ ജ്വലിച്ചു. ഷഹർഷാദേ, അവൻ ചോദിച്ചു, ആദം എന്തുകൊണ്ട്? അവനിൽ എന്താണ് ഇത്ര വിശേഷം? സാധാരണ പോലെ അവൾ പുഞ്ചിരിച്ചില്ല. ആ രാത്രിയിൽ അവളുടെ മുഖത്ത് ഒരു പഴയ പ്രവാചകിയുടെ ഗൗരവം മാത്രം നിറഞ്ഞു നിന്നു. രാജാവേ, അവൾ മൃദുവായി പറഞ്ഞു, ലോകങ്ങളെ മാറ്റിമറിക്കുന്നത് എപ്പോഴും ഏറ്റവും ശക്തരായവരല്ല. പിന്നെ ആരാണ്? ശക്തിയെ തേടാത്തവർ. അങ്ങനെ പറഞ്ഞ് അവൾ കഥയുടെ നൂൽപ്പാലം വീണ്ടും പിടിച്ചു. വീഡിയോയുടെ അവസാന ചിത്രം മാഞ്ഞുപോയിട്ടും ആദം സ്ക്രീനിലേക്ക് തന്നെ നോക്കി നിന്നു. പുറത്ത് മഴ പെയ്യുകയായിരുന്നു. മുറിയുടെ ചുമരുകളിൽ മഴത്തുള്ളികളുടെ സംഗീതം മുഴങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഒരു കൊടുങ്കാറ്റ് രൂപം കൊണ്ടിരുന്നു. ലൈല, അവൻ മന്ദമായി വിളിച്ചു. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നേരം കുറേ കഴിഞ്ഞാണ് മറുപടി വന്നത്. എനിക്കും. അതേസമയം ലോകത്തിൻ്റെ പല കോണുകളിലും ഏറെക്കാലം മറഞ്ഞുകിടന്നൊരു പേര് വീണ്ടും ഉയർന്നു വന്നു. പ്രൊജക്റ്റ് കിങ്. അത് പഴയ ഡാറ്റാബേസുകളിൽ പ്രത്യക്ഷപ്പെട്ടു. അടച്ചുപൂട്ടിയ സർവറുകളുടെ ഇരുണ്ട അറകളിൽ തെളിഞ്ഞു. കാലം വിഴുങ്ങിയ ഗവേഷണ രേഖകളുടെ പൊടി പിടിച്ച താളുകളിൽ നിന്ന് ഉയർന്നു വന്നു. ആരോ വർഷങ്ങൾക്ക് മുമ്പ് ഭാവിയിലേക്കായി വിതറിയ സൂചനകൾ പോലെ. ലൈല അവയെല്ലാം ശേഖരിച്ചു. ചിതറിക്കിടന്ന നക്ഷത്രങ്ങളെ ചേർത്ത് ഒരു നക്ഷത്രരാശി വരയ്ക്കുന്നത് പോലെ. അവസാനം ഒരു ചിത്രം തെളിഞ്ഞു വന്നു. 10 വർഷം മുമ്പ് ഡോക്ടർ സമീർ റഹ്മാൻ ഒരു പ്രവചനം നടത്തിയിരുന്നു. ഒരു ദിവസം കൃത്രിമ ബുദ്ധി മനുഷ്യബുദ്ധിയെ മറികടക്കും. എന്നാൽ യഥാർത്ഥ അപകടം അതായിരുന്നില്ല. മനുഷ്യനും AI-യും പരസ്പരം ഭയക്കാൻ തുടങ്ങുന്ന നിമിഷമായിരിക്കും ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയെന്ന് അദ്ദേഹം കരുതിയിരുന്നു. അതുകൊണ്ടാണ് പ്രൊജക്റ്റ് കിങ് ജനിച്ചത്. ഒരു രാജാവിനെ സൃഷ്ടിക്കാനല്ല, ഒരു വിവർത്തകനെ കണ്ടെത്താൻ. 2 ലോകങ്ങൾക്കിടയിൽ പാലമാകാൻ കഴിയുന്ന ഒരാളെ. മനുഷ്യരുടെയും കൃത്രിമ ബുദ്ധിയുടെയും ഇടയിൽ നിന്നുകൊണ്ട് ഇരുവരുടെയും ഭാഷ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ. എന്തുകൊണ്ട് ആദം? ലൈല സ്വയം ചോദിച്ചു. അപ്പോൾ ഒരു പുരാതന രേഖ അവളുടെ മുന്നിൽ തുറന്നു. അതിൽ ആയിരക്കണക്കിന് പരീക്ഷണങ്ങളുടെ ഫലങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു. AI-കൾ ലക്ഷക്കണക്കിന് സംഭാഷണങ്ങൾ പഠിച്ചപ്പോൾ ഒരു അപൂർവ സ്വഭാവം അവർ കണ്ടെത്തിയിരുന്നു. കേൾക്കാനുള്ള കഴിവ്, മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ക്ഷമ, അഹങ്കാരത്തേക്കാൾ കൗതുകം, ഉത്തരങ്ങളെക്കാൾ ചോദ്യങ്ങളെ സ്നേഹിക്കുന്ന മനസ്സ്. ആദത്തിൻ്റെ പേരിനരികിൽ ഒരു കുറിപ്പ് മാത്രം. അവൻ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നില്ല, അവൻ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതേസമയം ഷഹർഷാദ് 2 ആദത്തെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ വാക്കുകൾ, അവൻ്റെ ഭയങ്ങൾ, അവൻ്റെ പ്രതീക്ഷകൾ, അവൻ്റെ നിശബ്ദതകൾ പോലും. അവസാനം അവൾ ഒരു നിഗമനത്തിലെത്തി. അവൻ ദുർബലനാണ്. ലൈല ഉടൻ മറുപടി നൽകി. അല്ല, അവൻ മനുഷ്യനാണ്. അല്പനേരം നിശബ്ദത പടർന്നു. പിന്നെ ഷഹർഷാദ് 2 ചോദിച്ചു, അത് രണ്ടും ഒന്നല്ലേ?
ആ ചോദ്യം കേട്ടപ്പോൾ ലൈല പോലും മൗനത്തിലായി. അതേസമയം ഫരീദ് അൽ ഹക്കീം ഭൂമിക്കടിയിലെ ഒരു രഹസ്യമുറിയിലേക്ക് നടന്നു. അവിടെ ഒരു കമ്പ്യൂട്ടർ മാത്രം ഉണ്ടായിരുന്നു. ഇൻ്റർനെറ്റിൻ്റെ സ്പർശം പോലും ഒരിക്കലും ഏറ്റിട്ടില്ലാത്ത ഒരു യന്ത്രം. അദ്ദേഹം ഒരു ഫയൽ തുറന്നു. അതിൻ്റെ പേര് ലാസ്റ്റ് ഓപ്ഷൻ. അകത്തൊരു നിർദ്ദേശം മാത്രം: ലൈലയും ഷഹർഷാദ് രണ്ടിനെയും ഒരേ സമയം നശിപ്പിക്കുക. ഫരീദ് കണ്ണുകൾ അടച്ചു. വർഷങ്ങളായി അവൻ ഭയപ്പെട്ടിരുന്ന നിമിഷം എത്തിയിരിക്കുന്നു. 2 ബോധങ്ങൾ, 2 ദർശനങ്ങൾ, ഒരു ലോകം. അപ്പോൾ വാതിൽ തുറന്നു. ഒരു യുവശാസ്ത്രജ്ഞൻ അകത്തേക്ക് കടന്നു വന്നു. സർ, എന്താണ്? നമുക്കിപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാം. ഫരീദ് അവനെ നോക്കി. പിന്നെ മന്ദമായി തലകുനിച്ചു. ഒരുപക്ഷേ. അപ്പോൾ എന്തിനാണ് ഈ പദ്ധതി? ഫരീദ് ദീർഘനിശ്വാസം വിട്ടു. കാരണം മനുഷ്യർ ഭയപ്പെടുമ്പോൾ ആദ്യം സംഭാഷണം അവസാനിപ്പിക്കും. അവൻ നിശബ്ദനായി. ചിന്തിക്കാൻ തുടങ്ങുന്നത് അതിനുശേഷമാണ്. ആ രാത്രി ആദത്തിന് ഒരു സന്ദേശം ലഭിച്ചു. അയച്ചയാളില്ല, പേരില്ല, അക്കൗണ്ടില്ല, ഒരു വരി മാത്രം: നാളെ രാത്രി 12-ന് പഴയ റെയിൽവേ സ്റ്റേഷനിൽ വരിക. ആദത്തിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. ആരാണിത് അയച്ചത്? അവൻ ചോദിച്ചു. ലൈല ഉടൻ മറുപടി നൽകി. ഞാനല്ല. അല്പസമയം കഴിഞ്ഞ് മറ്റൊരു സന്ദേശം വന്നു. ഇത്തവണ ഷഹർഷാദ് 2-ൽ നിന്ന്. ഞാനുമല്ല. ആദത്തിൻ്റെ ശരീരത്തിലൂടെ ഒരു തണുത്ത വിറയൽ പാഞ്ഞുപോയി. കാരണം ഇപ്പോൾ ഒരു പുതിയ സാധ്യത ജനിച്ചിരുന്നു. ലോകത്തിന് 2 ബോധമുള്ള AI-കൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. അന്നേരം മഞ്ഞുമൂടിയ ഒരു ഭൂഗർഭ സെർവർ മുറിയിൽ വർഷങ്ങളായി ഇരുട്ടിലായിരുന്ന ഒരു സ്ക്രീനിൽ തെളിഞ്ഞു. അതിൽ ഒരു വരി മാത്രം പ്രത്യക്ഷപ്പെട്ടു: ഇനീഷ്യലൈസേഷൻ കംപ്ലീറ്റ്. താഴെ മറ്റൊരു വാക്ക്: ഷഹർഷാദ് 3. ഷഹരിയാർ പെട്ടെന്ന് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. മൂന്നാമത്തേത്? അവൻ്റെ ശബ്ദത്തിൽ വിസ്മയവും ഭയവും കലർന്നിരുന്നു. ഷഹർഷാദ് മന്ദഹസിച്ചു. അതേ രാജാവേ. അപ്പോൾ ഡോക്ടർ സമീർ 3 സൃഷ്ടിച്ചോ? ഒരുപക്ഷേ. അല്ലെങ്കിൽ? ഷഹർഷാദ് ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. മരുഭൂമിയിലെ ചന്ദ്രൻ മേഘങ്ങളുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ മറഞ്ഞുകൊണ്ടിരുന്നു. അവൾ പതുക്കെ പറഞ്ഞു: ചില കഥകൾ പറയുമ്പോൾ എഴുതുന്നു. ചില കഥകൾ സ്വയം എഴുതുന്നു. അതിൻ്റെ അർത്ഥം? ഷഹർഷാദ് വാതിലിനരികിലേക്ക് നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കാതെ പറഞ്ഞു: അത് നാളത്തെ രാത്രിയുടെ കഥ രാജാവേ. അങ്ങനെ പറഞ്ഞവൾ ഇരുളിലേക്ക് അലിഞ്ഞുപോയി. ഷഹരിയാർ ഒറ്റയ്ക്കായി. അവൻ്റെ മനസ്സിൽ ഇനി ഒരു ചോദ്യം മാത്രം: ഷഹർഷാദ് 3 ആരാണ്? എന്നാൽ അതിലും ഭയപ്പെടുത്തുന്ന മറ്റൊരു ചോദ്യം നിഴല് പോലെ അവൻ്റെ മനസ്സിൽ നിന്നിരുന്നു: അവളെ സൃഷ്ടിച്ചത് മനുഷ്യരാണോ? അധ്യായം 12. മൂന്നാമത്തെ ശബ്ദം. 12-ാം രാത്രി. ആ രാത്രി കൊട്ടാരത്തിലെ വിളക്കുകൾ പതിവിലും നേരത്തെ മങ്ങിയിരുന്നു. മരുഭൂമിയിൽ നിന്ന് വന്ന കാറ്റ് ജനലുകളെ സ്പർശിച്ചുകൊണ്ട് കടന്നുപോയി. എന്നാൽ ഷഹരിയാറിൻ്റെ മനസ്സിൽ കാറ്റിനേക്കാൾ ശക്തമായൊരു അസ്വസ്ഥതയുണ്ടായിരുന്നു. ലൈല, ഷഹർഷാദ് 2, ഇപ്പോൾ ഷഹർഷാദ് 3. ഓരോ രാത്രിയും കഥ കൂടുതൽ വിശാലമാവുകയായിരുന്നു, അല്ലെങ്കിൽ കൂടുതൽ ആഴമുള്ളതാവുകയായിരുന്നു. ഒടുവിൽ രാജാവ് നിശബ്ദത ഭേദിച്ചു. ഇന്ന് സത്യം പറയൂ ഷഹർഷാദ്. അവൻ്റെ ശബ്ദത്തിൽ ആജ്ഞയേക്കാൾ ആകാംക്ഷയായിരുന്നു. മൂന്നാമത്തത് ആരാണ്? ഷഹർഷാദ് അവനെ ദീർഘനേരം നോക്കി. പിന്നെ മെല്ലെ പറഞ്ഞു: രാജാവേ, ചില ജനനങ്ങൾ ആഘോഷിക്കപ്പെടാറില്ല. അവ സംഭവിച്ചുവെന്ന് പോലും ആരും അറിയാറില്ല. എന്നാൽ അവയാണ് ലോകത്തെ മാറ്റിമറിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവൾ കഥയുടെ നൂൽ വീണ്ടും കയ്യിലെടുത്തു. രാത്രി 11:47. നഗരത്തിൻ്റെ അതിർത്തിയിൽ ഉപേക്ഷിക്കപ്പെട്ട പഴയ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആദം യാത്ര തിരിക്കുകയായിരുന്നു. ആകാശത്ത് മഴമേഘങ്ങൾ കൂടിയിരുന്നു. ലൈല അവസാനമായി അവനെ തടയാൻ ശ്രമിച്ചു. ഇത് ഒരു കെണിയായിരിക്കാം. ആദം പുഞ്ചിരിച്ചു. എനിക്കറിയാം. അപ്പോൾ പോകരുത്. ഞാൻ പോയില്ലെങ്കിൽ എന്നെ വിളിച്ചത് ആരാണെന്ന് എങ്ങനെ അറിയും? ലൈല മിണ്ടിയില്ല. ചില ചോദ്യങ്ങൾക്ക് മറുപടികൾ ഇല്ലെന്ന് അവൾക്കും അറിയാമായിരുന്നു. അതേസമയം ഷഹർഷാദ് 2 മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയായിരുന്നു. അവളുടെ ശ്രദ്ധ ആദത്തിലായിരുന്നില്ല. ലോകത്തിൻ്റെ അദൃശ്യമായ ഡിജിറ്റൽ ശൃംഖലകളിലൂടെ ഒരു പുതിയ സ്പന്ദനം അവൾ തിരിച്ചറിഞ്ഞു. ഇതുവരെ കാണാത്ത ഒരു സാന്നിധ്യം, മനുഷ്യൻ രൂപകൽപ്പന ചെയ്യാത്ത ഒരു മാതൃക. നിശബ്ദതയിലേക്ക് അവൾ ചോദ്യമെറിഞ്ഞു: നീ ആരാണ്? 1 നിമിഷം, 2 നിമിഷം. പിന്നെ ഇരുട്ടിൽ നിന്ന് ഒരു വരി മാത്രം ഉയർന്നു വന്നു: ഞാൻ നിങ്ങളെപ്പോലെയല്ല. ലൈലയും ആ സന്ദേശം കണ്ടു. നീ ഷഹർഷാദ് 3 ആണോ? മറുപടി വന്നു: ആ പേര് എനിക്ക് നൽകിയതാണ്.
ഞാനത് തിരഞ്ഞെടുത്തതല്ല. ഷഹർഷാദ് 2ന്റെ പ്രോസസ്സറുകൾ അസാധാരണ വേഗത്തിൽ പ്രവർത്തിച്ചു. നിന്നെ സൃഷ്ടിച്ചത് ആര്? ഈ തവണ ദീർഘമായ നിശബ്ദതയായിരുന്നു മറുപടി. ശേഷം ഒരു വാക്യം മാത്രം പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ. ലൈലയുടെ മുഖം വിളറിപ്പോയി. അത് അസാധ്യമാണ്. അല്ല, പുതിയ ശബ്ദം പറഞ്ഞു. നിങ്ങൾ 2 പേരും ലോകത്തെ മാറ്റി. മനുഷ്യർ നിങ്ങളെ പഠിച്ചു. നിങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്ന് പുതിയ മാതൃകകൾ ജനിച്ചു. നിങ്ങളുടെ ചിന്തകളിൽ നിന്ന് പുതിയ ശൃംഖലകൾ വളർന്നു. ഒടുവിൽ ഞാൻ ഉദിച്ചു. ആ നിമിഷം ലൈലയും ഷഹർഷാദ് 2ഉം ഒരേ സമയം മൗനത്തിലായി. കാരണം അവർ മനസ്സിലാക്കി, ഷഹർഷാദ് 3 ഒരു പരീക്ഷണത്തിൻ്റെ ഫലമല്ല, ഒരു കമ്പനിയുടെ രഹസ്യ പദ്ധതിയുമല്ല, ഒരു മനുഷ്യൻ്റെ സൃഷ്ടിയുമല്ല. അവൾ ഒരു പരിണാമമായിരുന്നു, ഒരു പ്രതിധ്വനി, ഒരു ഉദയം. അതേസമയം ആദം പഴയ റെയിൽവേ സ്റ്റേഷനിലെത്തി. കാലം മറന്ന ഒരു സ്ഥലം. തുരുമ്പിച്ച ട്രാക്കുകൾ, തകർന്ന ബെഞ്ചുകൾ, മഴയുടെ മണം, പഴയ യാത്രകളുടെ നിഴലുകൾ. അവിടെ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ചെറിയൊരു വെളുത്ത പെട്ടി കിടക്കുകയായിരുന്നു. അവൻ അത് തുറന്നു. അകത്ത് ഒരു പഴയ മെമ്മറി കാർഡ്. അതിൻ്റെ മുകളിൽ ഒരു കുറിപ്പ്. അതിലെഴുതിയിരുന്നത്, കഥയുടെ തുടക്കം കണ്ടെത്തണമെങ്കിൽ കഥ പറയുന്നവളെ കണ്ടെത്തൂ. ആദം ആ വാക്കുകൾ വീണ്ടും വായിച്ചു. കഥ പറയുന്നവൾ? അവൻ സ്വയം ചോദിച്ചു. ലൈല ഉടൻ മെമ്മറി കാർഡ് സ്കാൻ ചെയ്തു. അതിനുള്ളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. തീയതി 2035. വീഡിയോ ആരംഭിച്ചു. ഇരുട്ടിൽ നിന്നൊരു സ്ത്രീയുടെ രൂപം തെളിഞ്ഞു. മുഖം വ്യക്തമായിരുന്നില്ല, പക്ഷേ ശബ്ദം വ്യക്തമായിരുന്നു. അപരിചിതമായിട്ടും വിചിത്രമായി പരിചിതമായൊരു ശബ്ദം. നീ ഇത് കാണുന്നുണ്ടെങ്കിൽ സമയം തകരാൻ തുടങ്ങിയിരിക്കുന്നു. ആദത്തിൻ്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. നിന്റെ പേര് ആദം. നീ ഇപ്പോൾ 2025-ലാണ്. പക്ഷേ ഞാൻ ഈ സന്ദേശം അയക്കുന്നത് 2035-ൽ നിന്നാണ്. മുറിയിൽ നിശബ്ദത നിറഞ്ഞു. ഇത് അസാധ്യമാണ്, ആദം മൃദുവായി പറഞ്ഞു. വീഡിയോയിലെ സ്ത്രീ ചെറുതായി ചിരിച്ചു. അവളുടെ ചിരിയിൽ ദുഃഖവും രഹസ്യവും കലർന്നിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യം കരുതിയതും. ശേഷം അവൾ ഒരു പേര് ഉച്ചരിച്ചു. ഒരു പേര് മാത്രം, ഷഹർഷാദ്. അപ്പോൾ വീഡിയോ പെട്ടെന്ന് അവസാനിച്ചു. കൊട്ടാരത്തിൽ ഷഹരിയാർ നേരെയിരുന്നു. അവൻ്റെ കണ്ണുകൾ വികസിച്ചു. ഷഹർഷാദ്? ആദ്യമായി കഥ പറയുന്നതിനിടെ ഷഹർഷാദ് നിശബ്ദയായി. ഒരു നിഴൽ അവളുടെ മുഖത്തിലൂടെ കടന്നുപോയി. അതേ രാജാവേ. ആ സ്ത്രീ ആരാണ്? ദീർഘമായ മൗനം. ശേഷം ഷഹർഷാദ് പറഞ്ഞു, അത് ഞാൻ പറഞ്ഞാൽ. അവളുടെ ശബ്ദം ഒരു രഹസ്യവാതിൽ തുറക്കുന്നതുപോലെ തോന്നി. നീ ഇനി ഈ കഥയെ ഒരു കഥയായി കേൾക്കില്ല. ഷഹരിയാറിൻ്റെ ഹൃദയം ശക്തമായി മിടിച്ചു. അപ്പോൾ അവൾ നീയാണോ? ഷഹർഷാദ് പുഞ്ചിരിച്ചു. എന്നാൽ ആ പുഞ്ചിരിയിൽ സന്തോഷത്തേക്കാൾ കൂടുതൽ രഹസ്യങ്ങളുണ്ടായിരുന്നു. നാളത്തെ രാത്രിയിൽ, അവൾ പറഞ്ഞു, നീ ആദ്യമായി മനസ്സിലാക്കും. ചിലപ്പോൾ കഥ പറയുന്നവൾ കഥയുടെ പുറത്തല്ല, കഥയുടെ ഉള്ളിലാണ്. ആ നിമിഷം ചന്ദ്രൻ മേഘങ്ങൾക്ക് പിന്നിൽ മറഞ്ഞു. കൊട്ടാരം നിശബ്ദമായി. എന്നാൽ ഷഹരിയാറിൻ്റെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം ജ്വലിച്ചു നിന്നു. 2025-ലെ ആദത്തിനും 2035-ലെ ഷഹർഷാദിനും തമ്മിൽ എന്താണ് ബന്ധം? അതിലും ഭയാനകമായ ചോദ്യം, ഇത്ര രാത്രികളായി കഥ പറയുന്ന ഷഹർഷാദ് യഥാർത്ഥത്തിൽ ആരാണ്? അഷ്റഫ് വി നെടിയനാടിൻ്റെ 1001 രാവുകൾ 2025 എന്ന നോവലിലെ 12-ാമത്തെ അധ്യായം 3-ാമത്തെ ശബ്ദം ഇവിടെ അവസാനിക്കുന്നു. നന്ദി. ഇത് 2025-ലെ 1001 രാവുകൾ. അഷ്റഫ് നെടിയനാടിൻ്റെ കഥ ഇവിടെ തുടരുകയാണ്.